നവകേരള ബസിന്റെ കോഴിക്കോട് ബംഗളൂരു സർവീസിന് തുടക്കമായി. കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് പുലർച്ചെ 4:15ഓടെയാണ് ബസ് പുറപ്പെട്ടത്. ഉച്ചയ്ക്ക് 2:30 ബംഗളൂരുവിൽ നിന്നുള്ള മടക്കയാത്ര. ആദ്യ യാത്രയിൽ തന്നെ ബസിന്റെ വാതിൽ തകരാറിലായത് കല്ലുകടിയായി. സുൽത്താൻ ബത്തേരിയിൽ എത്തിയതോടെ തകരാർ പരിഹരിച്ചു. അഭിജിത്ത് മുഴക്കുന്ന് ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഭിജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഏറെ വിവാദങ്ങളുടെ ഭാഗമായ ബസ്സാണ്. ഏതായാലും ബസ്സിന്റെ അന്തർ സംസ്ഥാന യാത്രയ്ക്ക് ഇന്ന് തുടക്കമായിട്ടുണ്ട്. രാവിലെ 4 മണിക്ക് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് യാത്ര തീരുമാനിച്ചിരുന്നത്. അല്പം വൈകി 4:30 ഈ യാത്ര തുടങ്ങിയത്. കോഴിക്കോട് ബംഗളൂരു റൂട്ടിലാണ് യാത്ര. 4 ഇടങ്ങളിലായാണ് ഇതിന് സ്റ്റോപ്പ് ഉള്ളത്. കോഴിക്കോട് പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നീട് താമരശ്ശേരി, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മൈസൂരു, ശേഷം ബംഗളൂരുവിലെ ശാന്തിനഗറിൽ എത്തുന്ന രീതിയിലാണ് ഇതിന്റെ ക്രമീകരണമുള്ളത്. ഉന്മേഷ് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ബസ്സിന്റെ ഡോറ് തകരാറിലായതുമായി ബന്ധപ്പെട്ടാണ്. ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട് അല്പസമയം പിന്നിട്ടപ്പോഴാണ്, ഏതാണ്ട് കുന്നമംഗലത്തേക്ക് എത്തിയപ്പോഴാണ് ബസ്സിന്റെ ഡോറിന് തകരാറുള്ളത് ഈ യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവരുടൻ തന്നെ കണ്ടക്ടറോട് ഈ വിവരം പറഞ്ഞിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇത് പരിഹരിക്കാനുള്ള ഒരു പ്രയാസം ഈ ജീവനക്കാർക്ക് നേരിട്ടു. കാരണം അവർ ഈ ബസ്സിൽ പുതിയതാണ്. നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് ഈ ബസ്സിനൊപ്പം ഉണ്ടായിരുന്നവരല്ല നിലവിൽ ഈ ബസ്സിന്റെ കൂടെയുള്ളത്. അതിനാൽ തന്നെ അവർക്ക് ചെറിയൊരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പിന്നീട് സുൽത്താൻ ബത്തേരിയിൽ എത്തിയ ശേഷമാണ് ഈ ഡോറിന്റെ തകരാർ പരിഹരിച്ചത്. അതുവരെ ഈ ബസ് യാത്രക്കാരുടെ ബാഗിന്റെ വള്ളി ഉപയോഗിച്ച് കെട്ടിവെച്ച് യാത്ര തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സുൽത്താൻ ബത്തേരിയിൽ എത്തിയതിനു ശേഷം ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു. നിലവിൽ ഈ ബസ് മൈസൂര് പിന്നിട്ട് യാത്ര ചെയ്തു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഏതാണ്ട് 11:35 പിന്നിടുമ്പോഴേക്കും ബസ് മൈസൂരുവിലെത്തും. ഏതാണ്ട് 7.5 മണിക്കൂർ ദൈർഘ്യമേറിയ യാത്രയാണ്. മടക്കയാത്ര 2:30 രാത്രി 10:30 തിരിച്ച് കോഴിക്കോട് എത്തുന്ന രീതിയിലാണ് ഈ യാത്രയുടെ ക്രമീകരണം ഒരുക്കിയിട്ടുമുള്ളത്. 26 സീറ്റുകളാണ് ബസ്സിലുള്ളത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ ബസ്സിലെ സീറ്റുകളുടെ ബുക്കിംഗ് ഒക്കെ തന്നെ പൂർത്തിയായിരുന്നു. മടക്കയാത്രയുടെ ടിക്കറ്റുകളും പൂർത്തീകരിച്ചിട്ടുണ്ട്. നമുക്കറിയുന്നത് പോലെ തന്നെ ആധുനിക സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ബസ്സാണിത്. ഈ ടോയ്ലറ്റ് സംവിധാനമുണ്ട്, വാഷ് ബേസിൻ സംവിധാനങ്ങളുണ്ട്. അങ്ങനെ അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള ബസ്സാണ് ഈ ഒരു നവകേരള സദസ്സിന്റെ ഭാഗമായിട്ടുള്ള ഈ ബസ്. നിലവിൽ അത് മൈസൂർ പിന്നിട്ടിരിക്കുന്നു. 11:30 കഴിയുമ്പോഴേക്കും ബംഗളൂരുവിൽ എത്തിച്ചേരുമെന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ. ശരി അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.